ഓസിലിന്റെ സ്റ്റോറി വെങ്കറിന്റെ പെർസ്പെക്ടീവില് ഞാൻ വായിച്ചത് 2010 വേൾഡ് കപ്പ് ആയിരുന്നു. ഓസിൽ തിരിച്ചങ്ങ് മറച്ചു കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ വെങ്കർ മനസ്സിലായി ഓസിലിന്റെ പൊട്ടൻഷ്യൽ. ആ വേൾഡ് കപ്പിന് മുമ്പ് വിളിച്ചു എന്ന് തോന്നുന്നു. അപ്പം ഓസിൽ പറഞ്ഞ റയൽ മാഡ്രിഡായിട്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, വാക്ക് കൊടുത്ത് ഇപ്പൊ പോയേ പറ്റും. അപ്പൊ അതങ്ങ് വിട്ട് പിന്നെ റയലില് മൊറിഞ്ഞുമായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം സീൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ കഴിഞ്ഞിട്ട് കുറച്ച് മോശമായി കളിച്ചിട്ട് വന്നിട്ട് സീനായപ്പം എന്താ ഇങ്ങനെ മറ്റേത് മറിച്ചതെന്ന് മുറിഞ്ഞു പറഞ്ഞപ്പോൾ ഓസിൽ എനിക്കൊന്ന് ഡ്രസ്സ് ഊരി എറിഞ്ഞിട്ട് നിങ്ങൾ പോയി കളിക്കുന്നു ആ രീതിയിൽ പറഞ്ഞു. പിന്നെ സെർജിയോ റാമോസിന്റെ ജേഴ്സിന്റെ ഉള്ളിൽ ഈ ഓസിലിന്റെ ജേഴ്സി ഇട്ടിട്ടാണ് കളിച്ചത്. അപ്പൊ പ്ലേയേഴ്സ് ഓസിലിന്റെ സൈഡ് ആയിരുന്നു. അതിനൊരു ഭാഗമായിട്ട് സപ്പോർട്ടായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓസിലിനായിരുന്നു സപ്പോർട്ട്. അപ്പൊ മുറിഞ്ഞു ആവശ്യമില്ലാണ്ടാണ് ഓസിലിനെ കുറ്റപ്പെടുത്തിയെന്നുള്ളൊരു ഇതില്. പിന്നെ ഓസില് വെങ്കറിനെ അപ്രോച്ച് ചെയ്തു മാറും. ഞാൻ ഇവിടുന്ന് പോകാനാണ്, നിങ്ങൾക്ക് അന്ന് തന്ന വാക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതായിരുന്നു ആസിലിന്റെ റെക്കോർഡ് സൈനിങ്. ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഓസില് ലാസ്റ്റ് മിനിറ്റ് സൈനിങ് അല്ലേ. അന്ന് ഫാബ്രിസിയോന്റെ പോലെ നമ്മൾ അറിയൊന്നുമില്ലല്ലോ, ന്യൂസിൽ വരുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് വേറെ. അത് ഒരു കളി കഴിഞ്ഞിട്ട് മൺഡേ ആണ് ഡെഡ് ലൈൻ എങ്കിൽ ഞായറാഴ്ച കളി കഴിഞ്ഞിട്ട് വെങ്കറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തായി ലാസ്റ്റ് ഡെഡ് ലൈൻ ആണ്, സൈനിങ്ങും ഇല്ല ഒന്നുമില്ല. ഒരു ചിരിയുണ്ട്, ഭയങ്കര ചിരിയാണ്. മേ ബി വി ഹാവ് എ സർപ്രൈസ് ഫോർ യു ടുമോറോ എന്നിട്ട് ചിരിയുണ്ട്. അങ്ങനെ ഓസിൽ വന്നു. പക്ഷെ ഓസിൽ വന്നിട്ട് ഒരു നല്ല സ്ട്രൈക്കറിനെ കൊടുക്കാൻ പറ്റിയില്ല നമുക്ക്. എനിക്ക് തോന്നുന്നു ഓസിലും വാൻബേഴ്സിയും കസോർലിയും ഒന്നിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലെജൻഡ്. ഓസിലും വാൻബേഴ്സിയും മാത്രം മതിയായിരുന്നു. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരാളാണ്. ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ല, യാസനോഗനൊക്കെ വെച്ചിട്ടാ ഓസിലിനെ കളിപ്പിക്കണേ. അത്രയും നല്ല. അതെ, ആ ടൈമിലൊക്കെ എങ്ങനെ ഒരു ആർസണൽ ഫാന്. പിന്നെ സാഞ്ചസ് വന്നപ്പോൾ ഓസിലിന് കുറെയൊക്കെ ഓസിൽ സാഞ്ചസും കുറച്ചൊരു നല്ല ആ കൂട്ടത്തിൽ ഒരു സെൻട്രൽ ഫോർവേഡും കൂടി അടിപൊളി ഒരു ആളുണ്ടായിരുന്നെങ്കിൽ ഓസിനെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ജസ്റ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഒരു പ്ലെയർ ഡിപ്പെൻഡന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓസിൽ ലൈക്ക് പ്യുവർ ടാലന്റ് ആണ്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലിൻ്റെ റയലിലായാലും മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോയുടെ പീക്കിൽ ആ പുള്ളി ആ ഒരു സ്ട്രൈക്കറിലേക്ക് റോളിലേക്ക് ട്രാൻസിഷൻ ചെയ്ത ആ ഒരു ടൈമിലാണ് ഓസിലിനെ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് വാസ് വെൽ യൂട്ടിലൈസ്ഡ്. ക്രിസ്ത്യാനോയുടെ നല്ല എണ്ണം പറഞ്ഞ കുറച്ച് ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓഫ് കോഴ്സ് ഡിമരിയ ഓൾസോ കംസ് ഇൻ ടു സീൻ. ഡിമരിയുടെ ആയാലും ഓസിലിൻ്റെ ആയാലും ചില സാധനങ്ങളുണ്ട്. നമ്മൾ ലൈക്ക് ഈഗിൾ ഐ വിഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ചില സാധനമൊക്കെ ഇത് എങ്ങോട്ടാണ് ഈ സാധനം പോകുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്ലെയർ റൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് വെയിറ്റേജിലുള്ള പാസും അവിടെ ചെല്ലുന്നു എന്നുള്ളൊരു സാധനമാണ്. അതൊക്കെ നല്ല നല്ല ഒരു 3 മൂവ് മുൻകൂട്ടി കാണുന്നതിനെക്കാട്ട് സ്പീഡിൽ പ്രോസസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കോവിഡിന്റെ ടൈമിൽ എല്ലാ എംപ്ലോയീസും പേക്കട്ട് എടുക്കാൻ അട്ടേറ്റ് ഒരു സാധനം കൊണ്ടിരുന്നു. അപ്പോൾ ഓസിൽ പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല. ഓസിൽ ചോദിച്ചു ഈ പേക്കട്ട് എടുത്തിട്ട് ആ പൈസ എങ്ങോട്ടൊക്കെ പോകുന്നു. അത് ഓസിൽ ചോദിച്ചാൽ ന്യായമുണ്ട്. കുറെ പേരെ ലേ ഓഫ് ചെയ്തു. പക്ഷെ ഓസിൽ പേക്കട്ട് ചെയ്യാതെ ഓസിലിന്റെ സ്വന്തം നിലക്ക് കുറെ ചാരിറ്റി ചെയ്തു. മീഡിയയിലൊക്കെ ചോദിക്കുമ്പോൾ അർട്ടേറ്റ പറഞ്ഞ ഫുട്ബോളിംഗ് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓസിൽ എന്നുള്ളൊരു പ്ലെയറിന് ഫുള്ള് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്, ഓസിലിന്റെ മിസ്റ്റേക്ക് അല്ല എന്നാണ്. അതേ ഉള്ള ഒരു ക്ലാരിറ്റി. അതേപോലെ റയൽ മാഡ്രിഡിൽ നിന്ന് പോകുന്ന ദിവസം എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഓസിലിനെ വിളിക്കുന്നതെന്നുള്ള. ഒരുപാട്